കുഞ്ഞാലിക്കുട്ടി എവിടെ? കുഞ്ഞാലിക്കുട്ടിയെ ഒരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. വെയിലാറുമ്പോ എടുത്തോണ്ട് പോകും. പണി നോക്കി പോടൂ. അകത്തോണ്ട് വരാനല്ലേ പറഞ്ഞു. എങ്ങോട്ട് കൊണ്ടുപോകുന്നു? മലപ്പുറത്തേക്ക്. എന്തിനു കൊണ്ടുപോകുന്നു? ഉണക്കാൻ. മാഷാണല്ലേ? ആരാ നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ഹാജിയാരല്ലേ? മറുപടി പെട്ടെന്നാവുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാനത്ര നല്ലവനല്ല. ഒന്ന് ചോദിച്ച് അടുത്തതിന് ഇതാ എന്റെ ശീലം. പറഞ്ഞോ, നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാനല്ല, അങ്ങനെ ഒരു ക്ഷേത്രവും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. കള്ളം. ഞാൻ കണ്ടതാ. ഇവൻ തന്നെ. ശങ്കരന് ആള് തെറ്റിയിട്ടില്ല. ഇവന്റെ മുഖം കണ്ടാൽ അറിയാം. ഇവനെ ഞാൻ ദയവായി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കൂ. എന്തായത്? എന്തിനാ അവനെ പിടിച്ചോണ്ട് വന്നത്? ന്യായാധിപനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വരണം വരണം. എന്നെ തോൽപ്പിക്കാൻ പടച്ചോനോട് തന്നെ പക വീട്ടണോ ഹാജിയാരെ? മനുഷ്യന് മനസ്സിലാകുന്ന രീതി പറയാ. വലിയ കുറുപ്പത്തെ ആചാരങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ആരായാലും അവന്റെ കൈയും കാലും മുറിച്ചേ വിടൂ. മനസ്സിലായില്ലേ? കുറുപ്പത്ത് കുടുംബക്ഷേത്രത്തിൽ കയറി ആചാരങ്ങൾ തെറ്റിച്ചവനായവൻ. ഇത് പച്ചക്കള്ളമാണ്. കുറുപ്പേ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് തെറ്റിച്ചത് ആരായാലും അതിന്റെ ശിക്ഷയും നടപ്പിലാക്കാം. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റി. ഇതെന്റെ സ്കൂളിലെ മാസ്റ്ററാണ് കുഞ്ഞാലിക്കുട്ടി. ഓരോ ഇസ്ലാമാണ്. ഒരു ഇസ്ലാമിന് ഇങ്ങനെ ക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയേണ്ടത്. കണ്ടവരുണ്ട് ക്ഷേത്രത്തിലെ കാര്യക്കാരൻ. ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ കുഞ്ഞുമകൾ, അവൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വീര, വിളിച്ചോണ്ട് വാളെ. കുഞ്ഞിങ്ങ് വന്നോട്ടെ, കാണാം. ഗൗരിക്കുട്ടി, ഇവൻ തന്നെയല്ലേ ക്ഷേത്രത്തിൽ കയറിയത്? കുട്ടി കണ്ടോ ഈ കുഞ്ഞാലിക്കുട്ടി നിങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? പറ, ഇവൻ തന്നെയല്ലേ? അല്ല, ഇയാളല്ല. ജോലിക്കുഞ്ഞ് ശരിക്കും നോക്കിയേ. നാളികേരം ഉണച്ച് തിരിഞ്ഞോടി ഇയാൾ തന്നെയാ. എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല. എന്നോടുള്ള പക തീർക്കാനാണ് ഈ പുറപ്പാടെങ്കിൽ അത് പാവങ്ങളോട് വേണ്ട. വലിയവനാകാൻ മസിൽ വളർന്നാ പോരാ, മനസ്സ് വളരണം. കുഞ്ഞാലിക്കുട്ടി വാ.
സത്യമായിട്ടും ഗൗരി കുഞ്ഞിന് ആള് തെറ്റിയതാ. നാളികേരം ഉറച്ചത് അവൻ തന്നെയാ. അയാളൊരു മുസ്ലിം ആയിട്ടോ എന്റെ ക്ഷേത്രത്തിൽ കയറിയത്? ഒരുപക്ഷേ എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല, 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 ഇയാളല്ല. ഗൗരി കുഞ്ഞെ, ഇത് ചതിയാണ്, കൊടുംചതി. കുറുപ്പത്ത് ഭഗവതിയുടെ പടത്തോട് നിന്നാണ് ഞാൻ മറന്നത്. എന്നോടത് വേണ്ടായിരുന്നു. എന്താ കാര്യം? ക്ഷേത്രത്തിൽ കയറി നാളികേരം ഉടച്ചത് അവനാണെന്ന കാര്യം കുഞ്ഞിന് അറിയാവുന്ന കാര്യവും എനിക്കറിയാം. ആര് പറഞ്ഞു? കേട്ടില്ലേ ഹാജര് പറഞ്ഞത്? അയാളൊരു ഇസ്ലാമാ. ആള് തെറ്റിയത് ശങ്കരനാ, എനിക്കല്ല. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞ്, അത് അവൻ തന്നെയാ. ശങ്കരൻ ഒരിക്കൽ കണ്ടാൽ ആളെ മറക്കൂല. കുഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. അവനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമില്ലേ? കുഞ്ഞി എന്ന് ഏട്ടന്മാരോട് തുറന്നു പറ, അത് അവൻ തന്നെയാണെന്ന്. എനിക്ക് എന്റെ ജോലിയും കിട്ടും, അവന് എന്റെ കൂലിയും കിട്ടും. ആഹാ, വേറൊന്നും വേണ്ടേ? വെറുതെ ഒരു പാവത്തിനെ തല്ലിക്കൊല്ലുന്നത് കാണോ തനിക്ക്? ആഹാ, അപ്പൊ എന്നെ തല്ലിക്കൊല്ലുന്നത് കാണാമല്ലേ? ആചാരെ പേടിച്ച് അങ്ങോട്ടും തിരിയാൻ വയ്യ, നാട്ടുകാരെ പേടിച്ച് ഇങ്ങോട്ടും തിരിയാൻ വയ്യ. ഗൗരി കുഞ്ഞെ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ശങ്കരനാ പറയുന്നത്. കളരി പരമ്പര ദൈവങ്ങളാണ്, കുറുപ്പത്ത് ഭഗവതിയാണ്, പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. ഇത് സത്യം, സത്യം, സത്യം. കേക്കോ? ഇത്രയൊന്നും പോരെ കണ്ണേട്ടോ? കേക്ക് കൊടുക്കാം. കേക്കോ? സുകുമാരൻ, എന്റെ മോൻ. പട്ടാളക്കാരൻ സുകുമാരൻ. അത് തിളച്ച ചായയായി. ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് കത്തെഴുതാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, ഞാൻ എടുക്കാം. അച്ഛാ ചലോ. അരേ ബായ് അലിയാർ മാൻ, തും കൈസേ ഹോ? സോറി പുട്ട്, അല്ല പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നാട്ടിൽ വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും? അതിർത്തി നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും. അല്ല, ഈ റെയിൽവേ പോർട്ടന്മാരുടെ പിടിച്ചുപറി ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ വെച്ചു. അച്ഛാ, ക്യാ സമാചാർ ഗാവ് മേ? യേ കോൻ ഹേ? കുഞ്ഞാലിക്കുട്ടി, സ്കൂളിലെ പുതിയ മലയാളം മാഷ. അച്ഛാ, സോറി പുട്ട്. അച്ഛാ, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ പോന്നുള്ളായിരിക്കും അല്ലേ? യാ യാ. കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും. സുകുമാരനങ്ങ് തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. അച്ഛാ, എവിടെ എന്റെ പ്രതിശ്രുത വധുവിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ, കാണട്ടെ. അതിപ്പോ എന്ത് കാണാനിരിക്കുന്നു? ഭാർഗിയുടെ മുള നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളത് പണ്ടല്ലേ. ഹവിൽദാർ സുകുമാരൻ നായരുടെ ഭാര്യ ആവാനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ? ചലോ ചലോ, എടുക്കൂ. എന്റെ കാലുവാ. സോറി. എന്നടാ, ശരിക്കും നോക്കിക്കോ, കൊച്ചിനെ കണ്ട വെണ്ണല്ലേ ഇപ്പൊ. നല്ല അസ്ഥല വണ്ടി. ഹജ്ജാവോ? അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഈ ആവേശം അത്ര നല്ലതല്ല. ബസ് ബസ് വെച്ചോളൂ, വെക്കുള്ളൂ. ഇടി വെക്കണോ ഇവനെയൊക്കെ? നല്ല സ്വയം
കുട്ടി ആരാ? എന്ത് വേണം? മാഷക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല. ശരിക്കൊന്ന് നോക്കിയേ, മനസ്സിലാകും. ആദ്യം കാണുന്ന ഒരാളെ എങ്ങനെ മനസ്സിലാകാനാ? ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. കൊള്ളാം, അസലായിട്ടുണ്ട് അഭിനയം. പച്ച പാവാണെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, പെരും കള്ളനാ. കള്ളനോ? ഞാനൊരു അധ്യാപകനാണ്. കുഞ്ഞാലിക്കുട്ടി, കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? ക്ഷേത്രത്തിലോ? ഏത് ക്ഷേത്രത്തിൽ? കുട്ടിക്ക് ആള് തെറ്റിയതാ? അല്ല, മാഷ് തന്നെയാ. ഞാൻ കണ്ടതാ, കാര്യക്കാരനോട് കയർക്കുന്നതും നാളികേരം ഉടച്ചിട്ട് ഓടുന്നതും. കുട്ടിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാനൊരു ഇസ്ലാമാ കുഞ്ഞാലിക്കുട്ടി. അതാ എനിക്കും അറിയേണ്ടത്. ഇസ്ലാമായ മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയതെന്ന്. ഇത് വലിയ കഷ്ടമായിട്ട്. പരമ്പരാഗതമായ ആചാരം തെറ്റിച്ചതിന് ആൽമരത്തെ കെട്ടി 101 അടിയാ ദേവപ്രശ്നത്തിൽ കണ്ടത്. എന്റെ അമ്മേ. അമ്മയോ? ഉമ്മയെന്നല്ലേ നിങ്ങളൊക്കെ വിളിക്കുന്നത്? ഞാൻ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് വിളിച്ചത്. അത് ഉമ്മയല്ലല്ലോ, അമ്മയല്ലേ? ആ അമ്മ. അപ്പോ മാഷക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ ഇഷ്ടമാണല്ലേ? ഒരപരിചിതയുടെ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ? ദേ, വേഗം ഇവിടുന്ന് നാട് വിട്ടോ, അതാ നല്ലത്. സ്കൂൾ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചതാണ്. നിർഭാഗ്യവശാൽ നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. നാം അതിൽ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാര്യക്ഷമതയില്ലാതെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അലിയാർ മാഷ്ക്ക് ഇതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനരഹിതമായത് ഡ്രിൽ മാഷ എന്റെ കുഴപ്പം കൊണ്ടല്ല. എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വെച്ച് ബാൻഡ് പഠിപ്പിക്കുമ്പോ ഇവിടെ മാത്രം രാവണന്റെ കാലത്തുള്ള ഒരു പെരുമ്പറ മുഴക്കിയാണ് കുട്ടികളെ ബാൻഡ് പരിശീലിപ്പിക്കുന്നത്. ആദ്യം ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ. അല്ലാതെ എല്ലാ കുറ്റങ്ങളും ഡ്രിൽ മാസ്റ്റർ തലയെ കെട്ടിവെച്ചിട്ട് ഒഴിഞ്ഞു മാറുകയല്ലേ വേണ്ടത്. ഈ ജാതി പരിപാടി രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചാൽ മതി കേട്ടോ മുകുന്ദം മാഷേ. അലിയാർ മാഷ് ചൂടാവണ്ട. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം. അയ്യയ്യേ, ബഹുവിധ വർണ്ണങ്ങളോടുകൂടിയ കുഞ്ഞു മനസ്സുകളിവിടെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തത്തിക്കളിക്കുന്നുണ്ടിട്ട് മാഷിക്ക് സഹിക്കുന്നില്ലല്ലേ? കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കലാപരമായ വാസനയുള്ള നിരവധി കുട്ടികൾ നമുക്കുണ്ട്. അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം. അതുകൊണ്ട് അതിന്റെ ചുമതല ഞാൻ കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കാം. ഇല്ല, ഈ നിർദ്ദേശം ശുദ്ധ അസംബന്ധമാണ്. ഇതിനാരും പിന്താങ്ങുന്നില്ല. നാളെ ഇതുവരെ ഈ സ്കൂളിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ ഗതികേടോർത്താണ് ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത്. മാഷെ, ഇത് കടുത്ത അനീതിയാണ്. ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കായിക കലാകാരന്റെ കലാഹൃദയത്തോട് കാട്ടുന്ന കൊടും ക്രൂരതയാണിത്. ഈ മീറ്റിംഗ് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഞങ്ങളെന്ന് വെച്ചാ? ജമീല ടീച്ചറെ വരൂ. ഞാൻ വരുന്നില്ല. യമുന ടീച്ചറെ വരൂ. ഞാനും ഇല്ല. അല്ല, വേണ്ട. കരിങ്കാലികളാണ് ഹാജിയാര്. എന്താ ഇവിടെ ഒരു ബഹളം? പുതിയ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണേ. എന്താണ് നടപ്പിലാക്കിയത്? ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അംഗീകരിച്ചു, പാസാക്കി. പക്ഷെ അതിനെ എതിർക്കാനും ചിലരുണ്ടേ. കഴിവും ആത്മാർത്ഥയും വെച്ച് നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി മാഷ് തന്നെയാണല്ലോ അതിനർഹൻ. അത് തന്നെയാ നമ്മുടെ അഭിപ്രായം. കൺഗ്രാചുലേഷൻസ്, എനിക്ക് സന്തോഷമായി.